ഹലോ, നിങ്ങൾ വേട്ടയ്ക്കൊരു മകൻ്റെ തെയ്യം കണ്ടിട്ടുണ്ടോ? നമുക്ക് ഈ ഒരു തെയ്യത്തിൻ്റെ ഐതിഹ്യം കേട്ടാലോ ഇന്ന്. അർജുനന് പാശുപതാസ്ത്രം നൽകുന്നതിനായി നമ്മുടെ ശിവഭഗവാനും പാർവതിയും കാട്ടാളവേഷം കെട്ടി വനത്തിൽ വസിച്ചിരുന്ന കാലത്ത് അവർക്കുണ്ടായ പുത്രനെയാണ് നമ്മൾ വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്നത്. അതിശക്തനും ശൗര്യമുള്ളവനും അതുപോലെ തന്നെ വേട്ടയാടലിനൊക്കെ തന്നെ നന്നായിട്ട് പ്രിയമുള്ള ഒരാളാണ് ഈ ഒരു വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്നത്. തൻ്റെ കുട്ടിക്കാലത്ത് വനത്തിലെ കാട്ടുമൃഗങ്ങളെയൊക്കെ തന്നെ വേട്ടയാടിയും ഋഷിമാരെയും ദേവന്മാരെയൊക്കെ തന്നെ ശല്യം ചെയ്ത് നടന്നിരുന്ന ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കുസൃതികൾ നിയന്ത്രിക്കാനായി വിഷ്ണു ഭഗവാൻ അവതരിച്ചു. വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ള പൊൻചുരുക കണ്ടപ്പോൾ വേട്ടയ്ക്കൊരു മകന് അതീതായ ആഗ്രഹം വന്നു, അതെങ്ങനെയെങ്കിലും എനിക്ക് വേണമെന്ന്. വിഷ്ണു ഭഗവാൻ അത് കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഒരു നിബന്ധന വെച്ചു. ചുരിക ഒരിക്കലും താഴെ വെക്കരുത് എന്നായിരുന്നു ആ നിബന്ധന. വിഷ്ണു ഭഗവാൻ വേഷം മാറി വരികയും കയ്യിലുണ്ടായിരുന്ന പൊൻചുരിക വേട്ടയ്ക്കൊരു മകന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു നിബന്ധന വെച്ച് ചുരിക കൊടുത്ത് നമ്മുടെ വിഷ്ണു ഭഗവാൻ അപ്പോഴത്തേക്കും അപ്രത്യക്ഷമാവാണ് ചെയ്തത്. ചുരിക കൊടുത്തതോടുകൂടി നമ്മുടെ വേട്ടയ്ക്കൊരു മകൻ്റെ വലതുകൈയിൽ ചുരികയും ഇടതുകൈയിൽ വില്ലും എപ്പോഴും പിടിക്കേണ്ടി വന്നു. ഇത് അദ്ദേഹത്തെ കൂടുതൽ ശാന്തമാക്കാനും അനാവശ്യമായിട്ടുള്ള വേട്ടയാടലുകളൊക്കെ തന്നെ അവസാനിപ്പിക്കാനും സഹായിച്ചു.